വീഴ്ചകൾ തിരുത്തി നിയമസഭാ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിന് ഒരുങ്ങാൻ പദ്ധതികൾ ആവിഷ്കരിച്ച് സിപിഎം നേതൃത്വം 2 ടേം നിബന്ധന മാറ്റിവെച്ച് കൂടുതൽ ജനപ്രിയ നേതാക്കളെ സ്ഥാനാർത്ഥികളാക്കും. ഇലക്ഷൻ നയിക്കാൻ ക്യാപ്റ്റനായി പിണറായിയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കെ ശൈലജ ടീച്ചറെയും ഉയർത്തിക്കാണിക്കാൻ ആലോചന. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേറ്റ അപ്രതീക്ഷിത തിരിച്ചടികൾക്ക് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പിന് കൂടുതൽ സൂക്ഷ്മതയോടെ തയ്യാറെടുക്കാൻ ഉറച്ച് സിപിഎം നേതൃത്വം. വീഴ്ചകൾ സംഘടനാ തലത്തിൽ പരിശോധിച്ച് തിരുത്താനുള്ള ഊർജിത പ്രവർത്തനങ്ങളാണ് പാർട്ടി നേതൃത്വം ആവിഷ്കരിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ കീഴ്ഘടകങ്ങൾ തൊട്ട് വോട്ട് ചോർച്ചയുടെ കാരണങ്ങൾ പഠിക്കാനും തിരുത്താനുമുള്ള പ്രവർത്തന പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം അടുത്ത തവണ കൂടുതൽ ജനപ്രീതിയുള്ള സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കണമെന്നും 2 തവണ മത്സരിച്ചതിന്റെ പേരിൽ അവരെ മാറ്റി നിർത്താൻ പാടില്ലെന്ന തീരുമാനവും പാർട്ടി നേതൃത്വം കൈക്കൊണ്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 തവണയും തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയ പിണറായി വിജയൻ തന്നെ ഇത്തവണയും തെരഞ്ഞെടുപ്പിനെ നയിക്കണമെന്ന ആവശ്യമാണ് പാർട്ടിയിൽ ഉയർന്നിട്ടുള്ളത്. അതേസമയം പിണറായി മത്സരരംഗത്ത് ഉണ്ടാകുമോ എന്നത് സംബന്ധിച്ച് വ്യക്തമായ ധാരണകൾ ഇപ്പോഴും ഉണ്ടായിട്ടില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായതിനാൽ മത്സരിക്കണോ എന്ന് പിണറായി തന്നെ തീരുമാനിക്കും. എന്തു തന്നെയായാലും തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ LDFന് നേതൃത്വം നൽകുന്ന ക്യാപ്റ്റൻ പിണറായി വിജയൻ തന്നെയായിരിക്കും. 2-3 ടേമുകളിൽ ഇളവുകൾ നൽകി പിണറായി വിജയൻ, കെ ശൈലജ, തോമസ് ഐസക് തുടങ്ങിയ നേതാക്കളെ വീണ്ടും മത്സരിപ്പിക്കാനും നീക്കമുണ്ട്. ജനപ്രിയ നേതാക്കളെ കഴിഞ്ഞ തവണ മാറ്റി നിർത്തിയത് മന്ത്രിസഭയുടെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിച്ചുവെന്ന വികാരം പാർട്ടി നേതൃത്വവും ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2 ടേം പൂർത്തിയാക്കിയ പകുതിയോളം ജനപ്രതിനിധികളെ മൂന്നാമതും മത്സരിപ്പിച്ചില്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകൾ വരെ നഷ്ടമാകുമെന്നാണ് സിപിഎം നേതൃത്വത്തിന്റെ സർവേ ഫലം. കൂടുതൽ പുതുമുഖങ്ങളെ രംഗത്തിറക്കി പരീക്ഷണത്തിന് മുതിരാതെ പരിചയസമ്പന്നതയെ ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് സിപിഎം തീരുമാനം. 2021 സിപിഎം വിജയിച്ച 62 സീറ്റിൽ 23 എണ്ണത്തിലും 2ാം തവണ മത്സരിച്ചവരായിരുന്നു. 2 തവണ എന്ന നിബന്ധന ശക്തമാക്കിയാൽ 23 പേർക്കും സീറ്റ് നിഷേധിക്കേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ ഇത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. 2 തവണ എന്ന നിബന്ധന മാറ്റിവെച്ചാൽ കെ ശൈലജ, വീണ ജോർജ്, OR കേളു എന്നിവർക്ക് അവസരം ലഭിക്കും. തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ 7 MLAമാർ 2ാം ഊഴം പൂർത്തിയാക്കിയവരാണ്. ഇതിൽ വർക്കലയിലെ ജനപ്രതിനിധിയും നിലവിൽ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയുമായ വി ജോയ് ഒഴികെയുള്ള 6 പേരെയും വിജയസാധ്യത കണക്കിലെടുത്ത് വീണ്ടും മത്സരിപ്പിക്കും. സംഘടനാ ചുമതല ഉണ്ടായതിനാലാണ് ജോയിയെ മാറ്റി നിർത്തുക. കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ, വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത്, പാറശാലയിൽ CK ഹരീന്ദ്രൻ, വാമനപുരത്ത് DK മുരളി, നെയ്യാറ്റിൻകരയിൽ K ആൻസലൻ, കാട്ടാക്കടയിൽ IB സതീഷ് എന്നിവർ വീണ്ടും മത്സരിക്കാൻ സാധ്യതയേറെയാണ്. കൊല്ലത്ത് നടൻ മുകേഷിന് വീണ്ടും അവസരം നൽകില്ല. കോന്നിയിൽ KU ജനീഷ് വീണ്ടും മത്സരിക്കും. ചെങ്ങന്നൂരിൽ മന്ത്രി സജി ചെറിയാൻ തന്നെ സ്ഥാനാർത്ഥിയാകും. MM മണി, പ്രതിഭ ഹരി എന്നിവർ വീണ്ടും മത്സരിക്കാൻ സാധ്യതയില്ല. വയനാട്ടിൽ CPMന്റെ ഏക സിറ്റിംഗ് സീറ്റായ മാനന്തവാടിയിൽ മന്ത്രി OR കേളുവിനും 3ാം ഊഴം ലഭിക്കും. മട്ടന്നൂരിൽ കെ ശൈലജയും തലശ്ശേരിയിൽ AN ഷംസീറും മത്സരിക്കാൻ എത്തുമെന്ന് തന്നെയാണ് വിവരം. മത്സരിക്കാൻ പിണറായി തീരുമാനിച്ചാൽ ധർമ്മടത്ത് തന്നെയാകും എത്തുക. ക്യാപ്റ്റൻ സ്ഥാനത്ത് പിണറായി അരങ്ങിലുണ്ടാകുമെങ്കിലും ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാണിച്ചാൽ നിഷ്പക്ഷ വോട്ടുകൾ ഗുണകരമായി ലഭിക്കുമെന്ന കണക്കുകൂട്ടലും CPM നേതൃത്വത്തിനുണ്ട്. എന്തുതന്നെയായാലും വീഴ്ചയിൽ നിന്നും പാഠം പഠിച്ച് ഫീനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാനുള്ള കഠിനാധ്വാനമാണ് CPM നേതൃത്വം നടത്തുന്നത്. അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്ന് കാത്തിരുന്ന് കാണുക തന്നെ വേണം.